ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആർട്സ് ഡേയുടെ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞാനും അർച്ചനയും ഉള്ളായിരുന്നു. ശ്രീ വരാൻ താമസിക്കുന്നു വിളിച്ച് പറഞ്ഞ് അവൾ തിരുവാതിരയുടെ ഡ്രസ്സ് എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ താമസിക്കുന്നു വിളിച്ച് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ അവർ ഞങ്ങളോട് പറഞ്ഞു ഇന്നല്ല, ഇന്നത്തെ തിരുവാതിര നാളത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ ശ്രീയോട് ഞങ്ങളത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ശ്രീ പറഞ്ഞു എന്തോ പരിപാടിയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ അങ്ങനെ ദേഷ്യപ്പെട്ടു. പിന്നെ ശ്രീയേയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ആൽവിൻ ഉണ്ടായിരുന്നു. പിന്നെ ആൽവിൻ്റെ അടുത്ത് അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആൽവിൻ ഇന്നലെ വന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ട ആൽവിൻ അവിടെ നിന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, ഇന്ന് ഇപ്പോൾ ഇവിടെയും കിട്ടി, അതിനെക്കുറിച്ചും അവൻ അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞ് കേട്ടല്ലേ പറ്റുമോ. അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം തുടങ്ങി. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി പ്രോഗ്രാമൊക്കെ കണ്ട് ഫോക്ക് ഡാൻസ് ആയിരുന്നു, അതും കണ്ട് അതിന് മാറിയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് ശ്രീയുടെ വിളി വന്നിട്ട് ഞാൻ വെളിയിലുണ്ട്. പിന്നെ ശ്രീയെ കാണാൻ അവിടെ പോയി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പോയി. അവൾ കോളേജ് ജംഗ്ഷനിൽ വന്നപ്പോഴാണ് വിളിച്ചത്. എവിടെ പോയാലും കാണും ഞങ്ങളുടെ കൂടെ ഓരോ അഭിപ്രായം പറയാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ പപ്സും വെള്ളവും, ശ്രീ വന്നപ്പം അർച്ചന ലൈറ്റ് മെഷീന് പോയി. പിന്നെ അവളെയും കാത്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ ചായയും പപ്സും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ശ്രീ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുക. തിരുവാതിര മാറ്റി വെച്ചെന്നും പറഞ്ഞ് ഞാൻ രാവിലെ കോളേജിൽ വരത്തില്ലായിരുന്നു ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ അന്നത്തെ ദിവസമേ പോയി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാൻ കോളേജ് ക്യാൻറ്റീനിലാണ് പോയത്. അവിടുത്തെ ഊണ് നല്ലതാണെന്നും പറഞ്ഞാൽ അവിടെ പോയി. കുഴപ്പമില്ല, കഴിക്കാം, ഓക്കെ ആണ്. പിന്നെ ഞങ്ങൾ 3 പേർക്കൂടെ 2 ഊണേ വാങ്ങിച്ചുള്ളൂ. ഞങ്ങൾ അത് തന്നെ അധികമായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ പോയി ഉച്ച കഴിഞ്ഞുള്ള പ്രോഗ്രാം കാണാനിരുന്നു. വഞ്ചിപ്പാട്ടുണ്ട് ഞങ്ങളെ ക്ലാസ്സിലെ ആൺപിള്ളേരെ, അത് കാണാൻ ഞങ്ങളവിടെ പോയിരുന്നതാണ്. ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ കുത്തിയിരുന്നു. വഞ്ചിപ്പാട്ടാണ് ആദ്യമെന്നും പറഞ്ഞ്. പിന്നെ അവർ പറഞ്ഞു വഞ്ചിപ്പാട്ടല്ല, ആദ്യമേ മഹിമ തുടങ്ങുന്നത്. അതും കേട്ട് അവിടെ ഇരുന്ന്. എന്നിട്ടും പ്രോഗ്രാം തുടങ്ങിയില്ല. ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ അവിടെ കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ മഹിമ തുടങ്ങി. പിന്നെ മഹിമയൊക്കെ കണ്ട് നമ്മുടെ ക്ലാസ്സിലെ ആൺപിള്ളേരെ വഞ്ചിപ്പാട്ടമൊക്കെ കണ്ട് ഫസ്റ്റ് അവന്മാർക്കാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.